ബബ്ബബ്ബ എന്ന സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ ഹൈപ്പ് ഉണ്ടാക്കാൻ കാരണം ആ സിനിമയിൽ ലാലേട്ടനും കൂടി ഉണ്ട് എന്നുള്ളൊരു കാര്യം കൊണ്ടാണ്. ലാലേട്ടൻ ക്യാമിയോ ആയിട്ട് ആ സിനിമയിൽ വരുന്നു എന്നുള്ളത് കൊണ്ടാണ്. ലാലേട്ടൻ ക്യാമിയോ ആയിട്ട് വന്നതിന് ശേഷം പ്രേക്ഷകർ എല്ലാവരും ലാലേട്ടനെ ഓടിച്ചു വിടുകയാണ് ചെയ്തത്. ആ കഥാപാത്രത്തെ ഓടിച്ചു വിടുകയാണ് ചെയ്തത്. ഗില്ലി ബാല എന്നും പറഞ്ഞ് തിയേറ്ററിലും OTT-യിലും വന്ന് പ്രേക്ഷകരെ വെറുപ്പിക്കുന്ന ഒരു കഥാപാത്രമായിട്ട് മാറ്റി എന്നുള്ളതും പ്രേക്ഷകർ പറയുന്നുണ്ട്. അതൊരു സൈഡിൽ. മറ്റൊരു സൈഡിൽ വോൾട്ടറിൻ്റെ പിള്ളേരെ തൊടാൻ ഒരുത്തിനും വന്നിട്ടില്ലടാ എന്ന് പറഞ്ഞ് ആദ്യത്തെ പകുതിയിൽ മുഴുവൻ വോൾട്ടർ 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 എന്ന് പറഞ്ഞ് പുലി വരുന്നേ എന്ന് പറഞ്ഞ് ഭയങ്കരമായി ഹൈപ്പും ക്രിയേറ്റ് ചെയ്തിട്ട് അവസാനം പുലി വന്നപ്പോഴേക്കും എല്ലാവരും കൂടി കളിയാക്കുകയും എന്താണ് മമ്മൂക്ക ചെയ്തു വെച്ചേക്കുന്ന കഥാപാത്രം എന്ന് പറയുകയും ചെയ്യേണ്ട ഒരു അവസ്ഥ. അങ്ങനെ ചത്താപ്പച്ച എന്ന സിനിമയുടെ സക്സസ് മീറ്റിൽ മമ്മൂട്ടി തന്നെ പറയേണ്ട ഒരു സ്ഥിതി വന്നു. നിങ്ങൾ പറഞ്ഞത് ഞാൻ ചെയ്തു, അതിൽ നല്ലതാണെങ്കിലും ശരി മോശമാണെങ്കിലും ശരി എനിക്ക് കൈയില്ല എന്ന് പോലും മമ്മൂട്ടി തമാശയ്ക്ക് പറയുന്നൊരു സാഹചര്യം ഉണ്ടായി. ഈ ക്യാമിയോ റോളുകൾ എത്രമാത്രമാണ് ഒരു സിനിമയെ ഹൈപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് നേരെ ചെയ്ത് വർക്കായില്ലെങ്കിൽ എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ കണ്ടു വളർന്ന ക്യാമിയോസ് ഒന്നും ഇതല്ലെന്നേ. അതുകൊണ്ടാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മൾ കണ്ടിട്ടുണ്ട് ക്യാമിയോസ്. നരസിംഹം പോലൊരു സിനിമയിൽ മമ്മൂക്ക വന്നിട്ട് അവസാനം ഞാൻ വിളിച്ചാൽ പറന്നു വരുമെന്ന് ലാലേട്ടൻ പറയുമ്പോൾ ആ പറന്നു വരുന്ന മമ്മൂക്കയെ നമ്മൾ കണ്ടിട്ടുണ്ട്. നന്ദഗോപാൽ മാരാർ എന്ന് പറയുന്ന വക്കീൽ കഥാപാത്രമായിട്ട് വന്നതിന് ശേഷം ആകെ കൂടെ ഉള്ളത് ഒരു 15-20 മിനിറ്റ് കാണുള്ളൂ. ആ കോടതി സീനും കഴിഞ്ഞിട്ട് അതിന് മുന്നേ ഉള്ള 2-3 സീന്, പിന്നെ അവസാനം കോടതിയും കഴിഞ്ഞിട്ടുള്ള സീൻ എന്നൊക്കെ പറയുമ്പോൾ എണ്ണിപ്പറക്കാവുന്ന ഒരു 4-5 സീനുണ്ട്. ആ 4-5 സീനിൽ വന്നിട്ട് മമ്മൂക്ക ചെയ്തു വെച്ചേക്കുന്ന റോളുണ്ടല്ലോ, അതാണ് മാസ് ഇമ്പാക്ട് ക്യാമിയോ റോൾസ്. സമ്മറും ബെഡ്ലേം എന്ന സിനിമയിൽ നിരഞ്ജൻ എന്ന കഥാപാത്രമായിട്ട് അവസാനത്തെ ഒരു ജയിൽ രംഗത്തിൽ മാത്രം വന്നു പോകുന്ന ലാലേട്ടൻ ഉണ്ടല്ലോ, അതാണ് ആ ഇമ്പാക്ട് ക്യാമിയോ റോൾ. അതുപോലെ എത്രയോ ക്യാമിയോ റോളുകൾ നമ്മളിവിടെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരുപക്ഷെ ഇന്ന് ക്യാമിയോസ് വരുമ്പോൾ പോലും ഒരു പക്ഷേ ആ ഇൻഡസ്ട്രിയെ മാറ്റാനോ അല്ലെങ്കിൽ കൂടുതൽ സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ക്യാമിയോസ് യൂസ് ചെയ്യാറുണ്ടെന്നത് പറയാതിരിക്കാൻ സാധിക്കില്ല. പലതും ഇപ്പോൾ കമ്മിറ്റ്മെൻ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ പലരും പറയുന്നൊരു കാര്യമുണ്ട്, മോഹൻലാൽ ഗോകുലം ഗോപാലൻ എന്ന് പറയുന്നൊരു കമ്മിറ്റ്മെൻറ്റ് അവിടെ നിൽപ്പുണ്ട്. അതുകൊണ്ട് മോഹൻലാൽ ഇപ്പോൾ പല സിനിമകളും ഗോകുലം ഗോപാലനായിട്ട് ചെയ്തേ പറ്റത്തുള്ളൂ. അത് ലൂസിഫർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നിൽക്കുകയാണ്. ഇതിൻ്റെയൊക്കെ നിജസ്ഥിതി എന്താണ്, വാസ്തവം എന്താണെന്നൊന്നും അറിയത്തില്ല. പക്ഷേ ഇപ്പോൾ മോഹൻലാലും ഗോകുലം ഗോപാലും തമ്മിൽ ഒരുപാട് നാളുകളായിട്ടുള്ള കൊളാബറേഷൻസ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇതേ ഗോകുലം ഗോപാലിൻ്റെ പ്രൊഡക്ഷനിൽ മോഹൻലാൽ വന്നൊരു ക്യാമിയോ വേഷമാണ് കായംകുളം കൊച്ചുണ്ണി എന്ന് പറയുന്നൊരു സിനിമ. ഇതിങ്ങനെ പക്കിയായിട്ട് ലാലേട്ടൻ വരികയും നിവിൻ പോളിയുടെ ചിത്രമായിരുന്നു. ഒറ്റ ഒരു സ്റ്റില്ല് കൊണ്ടാണ് അതുവരെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന കായംകുളം കൊച്ചുണ്ണി എന്ന സിനിമയുടെ ഹൈപ്പ് ഇങ്ങനെ പോയത്. അത് ലാലേട്ടൻ്റെ ഒരൊറ്റ സ്റ്റില്ലാണ്. അതിനുശേഷം സിനിമ വന്നപ്പോൾ പോലും ഇത്തിക്കരൊക്കെ പൊക്കി അതിഗംഭീരമായിട്ട് വർക്കായി. നല്ല കിടിലം ഇൻട്രോ കിട്ടി. റോഷൻ ആൻഡ്രൂസ് അതിഗംഭീരമായ ഇൻട്രോ കൊടുത്തു. ഈ റോഷൻ ആൻഡ്രൂസിൻ്റെ സിനിമകൾ പറയുമ്പോൾ തന്നെ നോട്ട്ബുക്ക് എന്ന സിനിമയിൽ സുരേഷ് ഗോപിയുടെ ക്യാമിയോ വേഷമുണ്ട്. എന്ത് കിടിലം ക്യാമിയോ വേഷമാണ്. റോമയുടെ അച്ഛനായിട്ടാണ് വരുന്നത്. ആകെ കൂടെ 2-3 സീനുള്ളൂ. പക്ഷെ വന്ന് പറഞ്ഞു പോകുന്ന ഓരോ ഷോട്ടും ഓരോ ഡയലോഗും അതിഗംഭീരമായി പറയും. ഇതാണ് ഈ ക്യാമിയോസിൻ്റെ ഒരു ഹൈപ്പ് അല്ലെങ്കിൽ കിക്ക് എന്ന് പറയുന്നത്. നമുക്ക് ചിലപ്പോൾ ഭയങ്കരമായിട്ട് ഹൈപ്പ് കിട്ടുന്ന ക്യാമിയോസിനെ ആയിരിക്കും ഇപ്പോൾ അനൗൺസ് ചെയ്യുന്നത് പോലും. ചിലരൊക്കെ അവർ ഹൈഡ് ചെയ്യാൻ വെക്കുന്നെങ്കിൽ പോലും അണിയർ പ്രവർത്തകർ തന്നെ ചിലതൊക്കെ അങ്ങ് ഇട്ട് കൊടുക്കും. എന്നിട്ട് പറയാം അയ്യോ ഇത് ലീക്കായി പോയല്ലോ എന്ന്. ഇതെല്ലാം ഇത് ബേസിക്കലി ഒരു മാർക്കറ്റിംഗ് തന്ത്രം മാത്രമാണ്. ഇപ്പോൾ ബപ്പ എന്ന സിനിമയിൽ SJ സൂര്യ അവസാനത്തെ ഒരു 5 മിനിറ്റ് വരുന്നുണ്ട്. ആ സീൻ ഭയങ്കര ലെങ്തി സീനാണ്. നമുക്ക് ഒരു കിക്കും തരാത്തൊരു സീനായിട്ട് പലർക്കും തോന്നി. ഈ SJ സൂര്യ സംവിധാനം ചെയ്യാൻ പോകുന്ന ഒരു സിനിമയുടെ നിർമ്മാതാവ് ഗോകുലം ഗോപാലാണ്. അപ്പോൾ അതുകൊണ്ട് മാത്രമായിട്ട് SJ സൂര്യക്ക് ഇവിടെ ഒരു ക്യാമിയോ വേഷം കൊടുത്തതുപോലെ തന്നെയാണ് അത് കണ്ടപ്പോൾ തോന്നിയത്. ഇപ്പോൾ വേറൊരു സിനിമ, മമ്മൂട്ടിയുടെ സിനിമ പറയുകയാണെങ്കിൽ ടർബോ എന്ന് പറയുന്ന സിനിമ വൈശാഖ് സംവിധാനം ചെയ്ത് മമ്മൂട്ടി കമ്പനി തന്നെ നിർമ്മിച്ച സിനിമയിൽ മമ്മൂക്ക പ്രധാന വേഷത്തിൽ ടർബോ എന്ന സിനിമയിൽ അവസാനം വോയിസ് ഓവറിൽ വിജയ് സേതുപതി വരുന്നുണ്ട്. വോയിസ് ഓവറിലാണ് വിജയ് സേതുപതി വരുന്നത്. ആ വോയിസ് ഓവറിൽ വിജയ് സേതുപതി വരുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ആർക്കും അറിയത്തില്ല. ടർബോ 2 ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ആരാധകർ പോലും ഒന്നും പറയുന്നില്ല. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് പല ക്യാമിയോസും ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. പല ക്യാമിയോസും ഇപ്പോൾ വർക്കാവുന്നില്ല. ചിലത് അതിൻ്റെ ജോലി വരുന്നില്ല. ഇനി അഥവാ വന്നാൽ തന്നെ അതിന് വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും. ആ ഒരു രീതിയിലേക്ക് നിലവിൽ പോകുന്നുണ്ട്. പക്ഷേ അടുത്തിടെ വന്ന് ക്യാമിയോ ഏറ്റവും കൂടുതൽ ക്ലിക്കായ ഒരു സിനിമ വർഷങ്ങൾക്ക് ശേഷമാണ്. നിവിൻ പോളി ക്യാമിയോ വേഷത്തിൽ വന്നൊരു സിനിമയാണ്. നിവിൻ പോളി അത് എന്താ പറയുക, നിതിൻ പോളിയായിട്ട് നിവിൻ പോളി വന്ന ആ ഒരു പോർഷൻ വർഷങ്ങൾക്ക് ശേഷം ഏറ്റവും കൂടുതൽ ഹിറ്റാവാനുള്ള കാരണം, ഒരുപക്ഷെ വർഷങ്ങൾക്ക് ശേഷത്തിന് ഹിറ്റ് സ്റ്റാറ്റസ് കിട്ടാൻ കാരണം ആ ക്യാമിയോ ആണെന്നും കൂടെ വേണമെങ്കിൽ തന്നെ പറയാം. ഒരു എക്സ്റ്റൻഡഡ് ക്യാമിയോ ആണ് നിവിൻ അതിൽ ചെയ്തേക്കുന്നത്. നിവിൻ്റെതായ ഒരു രംഗമൊക്കെ ഉണ്ട്. അത് നിവിൻ പൊളിച്ചിട്ടുണ്ട്. അങ്ങനെ ആകെ മൊത്തത്തിൽ ആ ഒരു ക്യാമിയോയ്ക്ക് കിട്ടിയ ഹൈ ആ സിനിമയെ തന്നെ അപ്ലിഫ്റ്റ് ചെയ്യുന്നൊരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഉള്ള ക്യാമിയോസ് ഈ അടുത്തിടയ്ക്ക് ഉണ്ടാകുന്നത് വളരെ കുറവാണ്. അങ്ങനെ ഇപ്പോൾ ഈ മമ്മൂക്കയ്ക്ക് കിട്ടുന്ന ട്രോളും ലാലേട്ടന് കിട്ടുന്ന ഈ ക്യാമിയോസുമായി ബന്ധപ്പെട്ട ട്രോളുകളും നമ്മൾ കാണാറുണ്ട്. ഇപ്പോൾ നമ്മൾ മറ്റ് ഇൻഡസ്ട്രികൾ നോക്കുക. ഇപ്പോൾ തമിഴ്നാട്ടിൽ പോയിട്ട് ഒരു ക്യാമിയോൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് ക്യാമിയോ എന്ന് കേൾക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കിക്ക് കിട്ടുന്ന ഒരു സിനിമയാണ്, അത് വിക്രമാണ്. അതിൻ്റെ ക്യാമിയോ വേഷം റോളക്സ് ആണ്. അത് ചെയ്തിരിക്കുന്നത് സൂര്യയാണ്. വരുന്നത് 5 മിനിറ്റിലാണ്. ആ 5 മിനിറ്റിൽ വിക്രം എന്ന സിനിമയുടെ ഗ്രാഫെ മാറ്റാൻ സൂര്യയ്ക്ക് സാധിച്ചു. റോളക്സ് എന്ന കഥാപാത്രത്തിന് സാധിക്കുകയും ചെയ്തു. അതിനുശേഷം പിന്നീട് കുറേ ക്യാമിയോസ് വന്നു. ലിയോ എന്ന സിനിമയിൽ കമൽഹാസൻ്റെ വോയിസ് ഓവർ വന്നെങ്കിൽ പോലും അത് നേരെ ചെയ്ത് വർക്കായില്ല. സോ ക്യാമിയോസ് ബേസിക്കലി
ഇറ്റ്സ് നോട്ട് ബേസ്ഡ് ഓൺ ദ ആർട്ടിസ്റ്റ്. അത് ആളുകൾക്ക് എത്രമാത്രം കിക്ക് കിട്ടുന്നു എന്നതിലാണ് കാര്യം. ഇപ്പോൾ വിജയ് സേതുപതിയുടെ വോയിസ് ഓവർ ടർബോയിൽ വരുമ്പോൾ എന്തുകൊണ്ടാണ് ആ കിക്ക് കിട്ടാത്തത്? നോക്കുമ്പോൾ വിജയ് സേതുപതി, പക്ഷെ കഥയ്ക്കനുസരിച്ച് ആ മനുഷ്യന് വരാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ക്യാമിയോസ് അട്ടർ വേസ്റ്റായി പോവുകയും ചെയ്യും. അതുകൊണ്ട് ക്യാമിയോസ് ആർ എ ബ്ലെസ്സിങ് ആൻഡ് എ കേഴ്സ് എന്നത് വേണമെങ്കിൽ വിളിക്കാം. ഇപ്പോൾ വജ്രക്കായ എന്ന് പറഞ്ഞൊരു കന്നഡ സിനിമ ഉണ്ടായിരുന്നു. ആ കന്നഡ സിനിമയ്ക്കകത്ത് ശിവരാജ് കുമാറാണ് ലീഡ് വേഷത്തിലെത്തിയത്. അതിനകത്ത് വജ്രക്കായ എന്ന് പറഞ്ഞൊരു ടൈറ്റിൽ ട്രാക്ക് ഉണ്ട്. ആ ടൈറ്റിൽ ട്രാക്കിൽ വന്നു പോകുന്ന ആർട്ടിസ്റ്റുകൾ ആരൊക്കെയാണെന്ന് അറിയാം. തമിഴിൽ നിന്ന് ശിവകാർത്തികൻ, മലയാളത്തിൽ നിന്ന് ദിലീപ്, രവിതേജ ഉൾപ്പെടെയുള്ള ആർട്ടിസ്റ്റുകൾ ഈ ഒരു ഒറ്റ പാട്ടിൽ, അതായത് ഈ 5 മിനിറ്റ് മാത്രം നീണ്ടു നിൽക്കുന്ന പാട്ടിനകത്ത് ഈ പറയുന്ന ആർട്ടിസ്റ്റുകളെല്ലാം തന്നെ വന്നിട്ടുണ്ട്. നിങ്ങൾ ആ പാട്ട് കണ്ടിട്ടുള്ളെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം. ദിലീപൊക്കെ 2 സ്റ്റെപ്പ് വെച്ചിട്ടങ്ങ് പോകും, ശിവകാർത്തികൻ 2 സ്റ്റെപ്പ് വെച്ചിട്ടങ്ങ് പോകും, രവിതേജ 2 സ്റ്റെപ്പ് വെച്ചിട്ടങ്ങ് പോകും. ഭയങ്കര രസമായിട്ടാണ് എൻ്റെ കോറിയോഗ്രഫി ചെയ്തിരിക്കുന്നത്. ഒന്ന് കണ്ടു നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. വജ്രക്കായ എന്നാണ് പേര്. ഇനി ഇപ്പോൾ നമ്മൾ വേറൊരു സിനിമയായ 2020 അവസാനം പല ഇൻഡസ്ട്രികളിലെ ആർട്ടിസ്റ്റുകളെ കൊണ്ടുവരിക എന്നുള്ളൊരു പരിപാടി അവർക്ക് ആദ്യം പ്ലാൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ പിന്നീട് എങ്ങനെയെങ്കിലും ഇത് റിലീസ് ചെയ്യണമായിരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം അതെല്ലാം വിട്ടുപോയിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഇൻഡസ്ട്രിയിൽ എല്ലാവരെയും ഉൾക്കൊള്ളിക്കുക എന്നതും കൂടി ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. ഇതുപോലെ മലയാളത്തിൽ നിന്നൊരു സിനിമ വന്നിട്ടുണ്ട് 1984 ഇൻഡസ്ട്രികളിലെ പല പ്രമുഖരെയും കൊണ്ടുവന്നൊരു സിനിമയായിരുന്നു മൈ ഡിയർ കുട്ടിച്ചാത്തൻ എന്നാണ് ആ സിനിമയുടെ പേര്. ഇന്ത്യയിലെ ആദ്യത്തെ 3D ചിത്രം. ആ 3D ചിത്രത്തിൻ്റെ തുടക്കം നിങ്ങൾ എടുത്തു നോക്കിയാൽ മതി. പ്രധാനപ്പെട്ട പല താരങ്ങളും ഒരു ഇൻട്രൊഡക്ഷനിൽ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതെല്ലാം ക്യാമിയോസാണ്, അവരെല്ലാം സിനിമയുടെ ഭാഗമാണ് എന്നതും കൂടി നമ്മൾ എടുത്ത് സൂചിപ്പിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ പ്രധാനപ്പെട്ട പല ക്യാമിയോസ് ഇവിടെ വന്നിട്ട് സൂപ്പർ മാസ് ക്യാമിയോസ് ഉണ്ടായിട്ടുണ്ട്, ചിലത് ഫ്ലാറ്റ് ക്യാമിയോസ് ഉണ്ടായിട്ടുണ്ട്, ചിലത് അതിഗംഭീരമായ ക്യാമിയോസ് ഉണ്ടായിട്ടുണ്ട്, ചിലത് അട്ടർ വേസ്റ്റുള്ള ക്യാമിയോസ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ക്യാമിയോസ് വരുമ്പോൾ പോലും ഒന്ന് ഈ സിനിമയ്ക്ക് അതിനൊരു ഹൈപ്പ് ഉണ്ടാക്കുക എന്നുള്ളതുണ്ടായിരുന്നു. ഇപ്പോൾ ചത്താപ്പച്ച എന്ന സിനിമ നമുക്ക് ഇപ്പോൾ എടുത്തു നോക്കാം. ഇപ്പോൾ നമുക്ക് 2 സിനിമകൾ എടുക്കാം, ബബ്ബബ്ബ എടുക്കാം, ചത്താപ്പച്ച എടുക്കാം. നമുക്ക് ആദ്യം ചത്താപ്പച്ചയെക്കുറിച്ച് സംസാരിക്കാം. കാരണം ഇപ്പോൾ ഈ കണ്ടന്റ് എടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ചത്താപ്പച്ചയുടെ ക്യാമിയോ വേസ്റ്റ് ആയി പോയതാണ്. ചത്താപ്പച്ചയുടെ ഇൻ്റർവ്യൂ സമയത്തൊക്കെ തന്നെ ഇവരെല്ലാവരും ഭയങ്കര ഹൈപ്പിലാണ്, ഇവരെല്ലാവരും ഭയങ്കരമായ ജോഷിലിരിക്കുകയാണ്. അങ്ങനെയാണ് നമുക്ക് ആ ഒരു ഫ്രേസ് യൂസ് ചെയ്യാൻ പറ്റുക. കട്ട ജോഷി ഇരിക്കുകയാണ്. ഇൻ്റർവ്യൂസിനൊക്കെ തന്നെ ഒരു ഗംഭീരമായിട്ട് ആ സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. പക്ഷേ ക്യാമിയോ പറ്റിയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ അവരൊന്നും മിണ്ടുന്നില്ല. മിണ്ടണ്ട, അത് നിങ്ങൾ തിയേറ്ററിൽ വന്ന് ആസ്വദിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അർജുൻ അശോകനൊക്കെ ഭയങ്കര ഹൈപ്പ് ഇരിക്കുന്ന കാണാം. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും ഇവരൊന്നും പറയാതിരുന്നാലും പ്രശ്നമാണ്, പറഞ്ഞാലും പ്രശ്നമാണ്. കാരണം ആ ക്യാമിയോ നമ്മുടെ മൈൻഡിൽ ഇവരുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാം. അതുകൊണ്ട് എന്ത് കിട്ടിയാലും ഇല്ലെങ്കിലും അത് ബോണസാണ്. അപ്പോൾ അങ്ങനൊരു എക്സ്പീരിയൻസ് ആണ് ഇതിലുണ്ടായത്. ഒരുപക്ഷെ ചത്താപ്പച്ച ഗംഭീരമായ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടിയൊരു സിനിമയാണ്, ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് ഒക്കെ വരുന്നത്. പക്ഷേ വാൾട്ടറിൻ്റെ എൻട്രി എപ്പോൾ വരുന്നു അപ്പോൾ ഈ സിനിമ ഡൗണായി. കാരണം ഒരു ആവശ്യമില്ലാത്ത ക്യാമിയോ എന്നുള്ളത് ആദ്യത്തെ കാര്യം. വേണമെങ്കിൽ തുടക്കത്തിൽ അവർ സിനിമയിൽ കാണിച്ചതുപോലുള്ള കുറച്ച് ഇല്ലസ്ട്രേഷൻ പരിപാടിയൊക്കെ ഉണ്ട്, അതിൽ തന്നെ അങ്ങ് ഒതുക്കിയാൽ മതിയായിരുന്നു എന്നുള്ളത് വേണം പറയാം. ഒരുപക്ഷെ മമ്മൂട്ടിയുടെ ഡയലോഗ് ഡെലിവറി, മമ്മൂട്ടിയുടെ ലുക്ക്, ഹെയർ സ്റ്റൈല്, ഇൻട്രോ, ഒരു ക്യാമിയോ ഒന്നിലും വർക്കാവാതെ പോയ ഒരു സിനിമ ഉണ്ടെങ്കിൽ അത് ചത്താവച്ചയായിരിക്കും. അതാണ് ചത്താവച്ചയുടെ അവസ്ഥയായിട്ട് നിൽക്കുന്നത്. മമ്മൂട്ടിയുടെ ഒരു ഡയലോഗ് പോലും പ്രേക്ഷകർക്ക് കിക്കായില്ല, വർക്കായില്ല എന്നുള്ളതാണ് അതിൻ്റെ ഫാക്റ്റ്. അതിപ്പോൾ പല റിവ്യൂവേഴ്സിനെയും എടുത്ത് നോക്കിയാലും സിനിമ കണ്ട നിങ്ങളുടെ അഭിപ്രായം അത് തന്നെയായിരിക്കും. ഇനി നമുക്ക് ബബ്ബബ്ബയിലേക്ക് വരാം. ബബ്ബബ്ബ എന്ന ഭയം ഭക്തി ബഹുമാനം സിനിമയ്ക്ക് ഏകദേശം 3 വർഷത്തോളമായിട്ട് ലാലേട്ടനുണ്ട്. ലാലേട്ടൻ ആദ്യം ഇത് ദിലീപ് പറയുന്നു, പിന്നീട് ഇതിൻ്റെ ഡാൻസ് ഞാൻ കണ്ടതാണ്, അത് ഗംഭീരമാണെന്ന് ബി ഉണ്ണികൃഷ്ണൻ പറയുന്നു. അങ്ങനെ പല ആർട്ടിസ്റ്റുകൾ ഉൾപ്പെടെയാണ് ലാലേട്ടൻ ബബ്ബബ്ബയിൽ ഗംഭീരമാണെന്ന് പറയുന്നത്. അപ്പം ലാലേട്ടൻ ഇതിനകത്ത് വരുമ്പോൾ പോലും ഈ ഗില്ലി യൂണിവേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ് ലാലേട്ടൻ ഇതിനകത്തേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഗില്ലി ബാലയായിട്ടാണ് ലാലേട്ടൻ വരുന്നത്. അപ്പോൾ ലാലേട്ടൻ വരുന്ന സീൻസ് ഒക്കെ തന്നെ ഒരു ഓവർ ദ ടോപ്പ് നിൽക്കുകയാണ്. ഒരു സ്പൂഫ് പടമാണ്, അവർ ഓവർ ദ ടോപ്പായിട്ടാണ് ലാലേട്ടൻ ഇതിനകത്ത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പലർക്കും ഇതങ്ങോട്ട് കണക്റ്റ് ആയില്ല. ഇത് ആ രീതിയിലാണ് പോയത്. ഇപ്പോൾ പലരും ഇതിനകത്ത് കാട്ടിൽ നടക്കുന്ന ഫൈറ്റിനൊക്കെ വേറൊരു വാക്കൊക്കെ ഉപയോഗിച്ച് സംസാരിച്ചിട്ടുണ്ട്, അത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. പക്ഷേ അങ്ങനെയുള്ള ലാലേട്ടനെ കാണാൻ ആഗ്രഹമില്ലാത്ത പ്രേക്ഷകരെയും കൂടിയുണ്ട്. ഇപ്പോൾ ലാലേട്ടൻ്റെ പല മാനറിസംസും കൊണ്ടുവന്നു കഴിഞ്ഞാൽ തിയേറ്റർ വർക്കാവുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന സംവിധായകരുണ്ടെങ്കിൽ അത് കിട്ടിയ വലിയ തിരിച്ചടിയാണെന്ന് പറഞ്ഞ ആളുകളുണ്ട്. ലാലേട്ടൻ്റെ ആ ക്യാമിയോ ചില പ്രേക്ഷകർക്ക് വർക്കായി, ചിലർക്ക് വർക്കായിട്ടില്ല. ആ രീതിയിലേക്ക് ആ ക്യാമിയോ തന്നെ മാറിയിട്ടുണ്ട്. അപ്പം ഇതുപോലെ വർക്കാവുകയും വർക്കാവാത്ത ഒരു മിക്സഡ് ക്യാമിയോ ഒരു ഭാഗത്തുണ്ട്, നേരെ മറിച്ച് ഒട്ടും വർക്കാവാത്ത ക്യാമിയോയും ഒരു ഭാഗത്തുണ്ട്. ഇത് രണ്ടും യൂസ് ചെയ്തേക്കുന്ന മലയാളത്തിലെ 2 ലെജൻസ് ആണെന്നും കൂടി ഓർക്കുക. അപ്പോൾ ഇവരുടെ പ്രശ്നം അല്ലെങ്കിൽ ഇവർ ചെയ്യുന്നൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഈ ക്യാമിയോസ് കൂടുതലായിട്ട് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ലാലേട്ടൻ ചെയ്യുന്ന ക്യാമിയോസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് കുറേ ഉണ്ട്. ഇപ്പോൾ നമ്മൾ തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജയിലർ എന്ന് പറയുന്നത് സിനിമ, ജയിലറിൽ ലാലേട്ടൻ എത്ര സീനുണ്ട്, എണ്ണി പിറക്കിയ 3-4 സീനുണ്ട്. ആ 3-4 സീനിൽ ലാലേട്ടൻ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ഉണ്ടല്ലോ, അതാണ് ഈ തമിഴ്നാട്ടിൽ പറയും എന്നടാ പണ്ണി വെച്ചിരിക്കുന്നുള്ളൂ. ആ പണ്ണി വെക്കാൻ അറിയുന്ന സംവിധായകന് ചെയ്യാൻ കഴിയുന്ന ഒരു കഴിവാണത്. അതായത് നെൽസണ് എന്ത് ഗംഭീരമായിട്ടാണ് ശിവരാജ് കുമാറിന് ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ട് നീക്കി വെച്ചിട്ട് ആ ഉണ്ടാക്കാൻ കഴിഞ്ഞ മാസ്. അതിൽ ശിവരാജ് കുമാറിൻ്റെ ഭാര്യ പറഞ്ഞിട്ടുണ്ട് അത്രേ, നിങ്ങൾ എന്താ ഇതിനകത്ത് ചെയ്ത് ഒരു ടിഷ്യൂ പേപ്പർ നീക്കി വെച്ചല്ലേ ഉള്ളൂ, അതിനെന്തിനാണ് ആളുകൾ ഇങ്ങനെ കൈയടിക്കുന്നുണ്ട്. ദാറ്റ്സ് ദ പവർ ഓഫ് ദ ഡയറക്ടർ.
അത് ശിവരാജ് കുമാറിനെ മലയാളികൾക്ക് പോലും അത്ര ഗംഭീരമായിട്ട് അറിയില്ല. പക്ഷേ ശിവരാജ് കുമാർ ആ ക്ലൈമാക്സ് വന്നപ്പോഴേക്കും എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. എന്താ കാര്യം? ഇറ്റ്സ് ദി ഡയറക്ടറിൻ്റെ കഴിവ് മാത്രമാണത്. രണ്ട്, ലാലേട്ടൻ എന്താണ് ആ സീനിനകത്ത് ചെയ്തത്? ഒന്ന് ബേസ്ബോൾ ബാറ്റ് വെച്ച് എന്താ മോനെ എന്ന് പറയിപ്പിച്ചു സംവിധായകൻ. എന്താ മോനെ എന്ന് ലാലേട്ടൻ കറക്റ്റ് സ്ഥലത്ത് പറഞ്ഞാൽ വീഴാത്ത കയ്യടികളില്ല മക്കളെ. അത് കൃത്യമായി ഡയറക്ടർ യൂസ് ചെയ്തു. ആ സിനിമയിൽ തന്നെ ലാലേട്ടൻ വന്ന് ഒരു 3 ട്രക്ക് ഇങ്ങനെ 3ആയിട്ട് മറിയുമ്പോൾ ലാലേട്ടൻ ഒരു സിഗാറും വെച്ച് നിൽക്കുന്നൊരു പോസ്, യാ മോനെ, ഇത് ക്യാമറയുടെ പീക്ക് കയറ്റോളൂ, ഒറ്റ ഡയലോഗ് പോലും ഇല്ല. വണ്ടി ഇറങ്ങി വന്ന് നേരെ നടക്കുന്നു, 3 ട്രക്കുകൾ 3 വശത്തായിട്ട് നീങ്ങുന്നു, വെറുതെ നിൽക്കുന്നു. മാത്യു എന്ന് പറഞ്ഞൊരു പെട്ടപ്പൻ BGM കൂടെ അതിനടുത്ത് പ്ലേസ് ചെയ്തപ്പോഴേക്കും നമുക്ക് കിട്ടിയത് ഏറ്റവും ഗംഭീരമായ ക്യാമിയോ ആണ്. എന്നാൽ അതേ മനുഷ്യനെ വെച്ചുകൊണ്ട് തന്നെ മോഹൻ ബാബുവിൻ്റെ മകനായ വിഷ്ണു മഞ്ജു നായകനായി എത്തിയ കണ്ണപ്പ എന്ന് പറയുന്ന സിനിമയിൽ വേറെ ഒരു കോമാളി ലുക്കിലേക്ക് ലാലേട്ടനെ കൊണ്ടുപോകുന്നൊരു കാഴ്ച നമ്മൾ കണ്ടു. അതുകൊണ്ട് നമ്മളത് സ്വീകരിച്ചത് പോലുമില്ല, നമ്മൾ അപ്പാടെ തള്ളിക്കളഞ്ഞു. ആ സിനിമ പലരും കണ്ടിട്ട് പോലും ഉണ്ടാവത്തില്ല. അങ്ങനെയുള്ള ക്യാമിയോസിൽ ലാലേട്ടൻ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഡ്യൂ ടു കമ്മിറ്റ്മെൻറ്റ്സ് ആണ്. മോഹൻലാൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, മോഹൻ ബാബു എന്ന് പറയുന്ന നടൻ വിളിച്ചിട്ടാണ് ആ സിനിമയിലേക്ക് പോയത്. മോഹൻ ബാബു ആരാണെന്നുള്ളത് നമ്മൾ പ്രത്യേകം പറയേണ്ട കാര്യം, ലെഗസിയാണ്, ലെജൻഡാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം പോലൊരു നടൻ വിളിക്കുമ്പോഴേക്കും പോകാതിരിക്കാൻ കഴിയില്ല എന്നതും കൂടി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇതുപോലുള്ള ക്യാമിയോസ് പലതും വർക്കായ അവസരങ്ങളുണ്ട്, ചിലത് വർക്കാവാത്ത പോയ സിറ്റുവേഷൻസ് കൂടിയുണ്ട്. നമ്മൾ നിവിൻ പോളിയുടെ ക്യാമിയോ വേഷത്തെ പറ്റി പറഞ്ഞല്ലോ, വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിൽ. നിവിൻ പോളി ഇതിന് മുമ്പും പല സിനിമകളിൽ ക്യാമിയോ വേഷം ചെയ്തിട്ടുണ്ട്. ഒന്ന് ട്രാഫിക്കിൽ ചെയ്തിട്ടുണ്ട്, വിക്രമാദിത്യൻ എന്ന ഒരു സിനിമയിൽ ക്യാമിയോ വേഷത്തിൽ വന്നിട്ടുണ്ട്. നിവിൻ സ്പാനിഷ് മസാല എന്ന ദിലീപ് ചിത്രത്തിൽ ക്യാമിയോ വേഷത്തിൽ വന്നിട്ടുണ്ട്. അങ്ങനെ നിവിൻ കുറച്ചധികം സിനിമയിൽ ഇതുപോലെ ക്യാമിയോ വേഷത്തിൽ വന്നിട്ടുണ്ട്. നിവിൻ ഒരുപക്ഷെ തുടക്കഘട്ടത്തിൽ നിന്നേക്കാളുപരി അല്ലാണ്ടും ഇതുപോലെ ക്യാമിയോ വേഷത്തിൽ വന്നിട്ടുമുണ്ട്. ഇപ്പോൾ ക്യാമിയോ വേഷങ്ങളിൽ പറയുമ്പോഴേക്കും നമ്മളൊരു ഗംഭീരമായൊരു 5 മിനിറ്റ് തന്ന റോളക്സ് എന്ന കഥാപാത്രം തന്ന ലോകേഷ് കനകരാജ് തന്നെ മറ്റൊരു ഗംഭീരമായ താരത്തെ കൊണ്ടുവന്നിട്ടൊരു കോമാളിയാക്കി വിട്ടിട്ടുണ്ട്. ആ നടൻ്റെ പേര് ആമീർ ഖാൻ എന്നാണ്. ദാഹ എന്നാണ് കഥാപാത്രത്തിൻ്റെ പേരെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ദാഹ എന്നാണ് കഥാപാത്രത്തിൻ്റെ പേരെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കൂലി എന്നാണ് ആ സിനിമയുടെ പേര്. കൂലി തന്നെ അട്ടർ ഫ്ലോപ്പ് സിനിമയായിരുന്നു. ആ സിനിമയ്ക്കകത്ത് ആമീർ ഖാനെ കൊണ്ടുവന്ന് അദ്ദേഹത്തെയും കോമാളിയാക്കി. അത് ഭയങ്കരമായി ബാക്ക്ലേഷ് ചെയ്തു. ആ രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ മാറി. എന്നിട്ട് പല മീഡിയ ഉൾപ്പെടെ പറഞ്ഞൊരു സാഹചര്യമുണ്ട്, ഈ റോള് ഗംഭീരമാവാത്തതുകൊണ്ടും വളരെ മോശമാക്കിയത് കൊണ്ടും ലോകേഷിനും ആമീർ ഖാനും കൂടെ ചെയ്യാനിരുന്ന ഒരു സൈഫൈ പ്രോജക്റ്റ് തന്നെ വേണ്ടെന്ന് വെച്ചു എന്നുള്ളത്. അത് ഫേക്കാണ്. ആനന്ദ് എന്ന സിനിമയിൽ നിവിനൊരു ക്യാമിയോ ചെയ്തിട്ടുണ്ട്. അത് ഗംഭീരമായിട്ട് ആ സിനിമ അപ്ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുവരെ പൊയ്ക്കൊണ്ടിരുന്ന ആനന്ദം ഒരു എന്താ പറയുക, ഒരു കോളേജ് ടൂറ്, ലവ്, പ്രണയം, ആ രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്നത് ഒരൊറ്റ ക്യാമിയോയിലൂടെ നിവിൻ അതൊന്ന് അപ്ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. പതഞ്ഞു തൂകും രതിവിലാസം എന്നുള്ള പാട്ടിൽ നിവിൻ ഒരു ഫോക്ക് പാർട്ടിയൊക്കെ നടത്തിയ ആ ഒരു നിവിൻ പോളിയെ ഭയങ്കരമായിട്ട് അപ്പോൾ സ്വീകരിച്ച ആളുകളുണ്ട്. അപ്പോൾ ഒരു ക്യാമിയോ ക്യാൻ റൈസ് ആൻഡ് ഫാൾ. ഒരു സിനിമയുടെ ടെംപ്ലേറ്റ് തന്നെ ഒന്ന് പൊക്കാനും ഒന്ന് താഴ്ത്താനും കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം കൂടിയാണ് ക്യാമിയോ സിനിമകളിൽ. ഇങ്ങനെ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കപ്പെട്ടിരിക്കുന്ന ക്യാമിയോയും കാര്യങ്ങളുമാണ് നമ്മൾ ഇതിൽ സംസാരിച്ചിരിക്കുന്നത്. ഇതിൽ മിസ് ഔട്ടായി പോയ പ്രധാനപ്പെട്ട ക്യാമിയോസ് ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ, പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ ഉറപ്പായിട്ടുണ്ടാവും. നോർത്തിനെ പറ്റി നമ്മൾ സംസാരിക്കാൻ തുടങ്ങുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് സംസാരിക്കാനുള്ളത് പത്താൻ എന്ന സിനിമയായിരിക്കും. പത്താനിൽ സൽമാൻ ഖാൻ അവസാനം വരുന്നുണ്ട്. ആ സൽമാൻ ഖാൻ വന്നതിന് ശേഷം ഉണ്ടാക്കിയൊരു ഹൈപ്പുണ്ട്, അത് ഗംഭീരമായിരുന്നു. ഷാരൂഖ് ഖാനും സൽമാൻ ഖാനെ ഒരുമിച്ചൊരു ഫ്രെയിമിൽ കാണാൻ കിട്ടുക എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതോടൊപ്പം തന്നെ ഈ പുതിയ പിള്ളേർക്കൊന്നും പറ്റത്തില്ല, ഞങ്ങൾക്കേ പറ്റുള്ളൂ എന്ന് അവർ രണ്ടുപേരും കൂടെ പറയുമ്പോൾ ഉണ്ടാക്കുന്ന കിക്ക് വേറെയാണ്. അപ്പോൾ അങ്ങനെ ആർട്ടിസ്റ്റുകളെ യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വേറെ പടം എടുത്ത് നോക്കുകയാണെങ്കിൽ ഗോഡ് ഫാദർ എന്ന് പറയുന്ന സിനിമ, അതായത് ലൂസിഫറിൻ്റെ റീമേക്കായ ഗോഡ് ഫാദർ എന്ന സിനിമയിൽ ചിരഞ്ജീവി പ്രധാന വേഷത്തിലെത്തിയതിൽ സൽമാൻ ഖാൻ എത്തിയിരുന്നു. അതെന്തിനാണെന്ന് അവർക്ക് പോലും അറിയത്തില്ല. എന്തിനായിരുന്നു ആ ക്യാമിയോ എന്ന് ആ സിനിമ കണ്ടപ്പോഴും ഞാൻ ആലോചിച്ചു. ആ സിനിമ എന്തിനാണെന്ന് പിന്നീട്ടിരുന്ന് ആലോചിക്കുകയും ചെയ്തു. അപ്പോൾ അതുപോലുള്ള ക്യാമിയോകളുണ്ട്, വർക്കായതുണ്ട്, വർക്കാവാത്തതുണ്ട്. ഒരു താരത്തെ വെച്ച് തന്നെ ഒരു സിനിമയിൽ വർക്കാവും, അതേ താരത്തെ വെച്ച് വേറെ സിനിമയിൽ വർക്കാവാതിരിക്കും. അങ്ങനെ പല പല ഘടകങ്ങളും നിറഞ്ഞ ഒന്നാണ് ക്യാമിയോ. പക്ഷേ എന്നാൽ പോലും ഇനിയും ക്യാമിയോകളുടെ എണ്ണം കൂടത്തേ ഉള്ളൂ, കുറയാൻ പോകുന്നില്ല. കാരണം ഒരു നടൻ ഇൻക്ലൂഡ് ചെയ്യപ്പെടുമ്പോഴേക്കും അത് ഭയങ്കരമായൊരു ഹൈപ്പ് തിയേറ്റേഴ്സിനുണ്ടാക്കും. കാരണം ഇപ്പോൾ എല്ലാം തിയേറ്റർ വാച്ചുകളാണ്. സിനിമ ഉണ്ടാക്കുന്നതിന് തിയേറ്റേഴ്സിന് വേണ്ടിയിട്ടാണ്. എന്നാൽ മാത്രമേ OTT ഡീൽ പോലും നടക്കുകയുള്ളൂ. പ്രൊഡ്യൂസേഴ്സിന് അവരുടെ ഭാഗം സേഫ് ആയിരിക്കണം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട്. ഇപ്പോൾ ഒരു സിനിമ വർക്കായില്ലെങ്കിൽ ആ സിനിമയുടെ നായകൻ പ്രോഫിറ്റ് ഷെയർ അതിനേക്കാളൊക്കെ ഉപരി ആ സിനിമയുമായിട്ട് പിന്നീട് വർക്ക് ചെയ്യുന്നത് നമുക്ക് കാണാം. ഇപ്പോൾ കങ്കുവ വർക്കാവാത്തത് കൊണ്ട് സ്റ്റുഡിയോ ഗ്രീൻ്റെ പ്രൊഡ്യൂസറായ KE ജ്ഞാനവേൽ രാജയുമായിട്ട് സൂര്യക്ക് കുറച്ചുകൂടെ സിനിമകൾ ഇനി അങ്ങോട്ട് വരാൻ പോകുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്, കങ്കുവയുടെ നഷ്ടം നികത്താൻ വേണ്ടിയിട്ട് സൂര്യ ഇനി KE ജ്ഞാനവേൽ രാജയുമായിട്ട് കുറച്ചധികം പ്രോജക്ട്സ് ഇനി അങ്ങോട്ടേക്ക് വരാൻ പോകുന്നുണ്ട്. ഇറ്റ്സ് ഗോണ ഹാപ്പൻ. ഇതെല്ലാം സംഭവിക്കും. ഒരു സിനിമയുടെ നഷ്ടം ഇപ്പോൾ അതുകൊണ്ടാണ് പലരും ഇപ്പോൾ ലാലേട്ടൻ ഗോകുലം ഗോപാലൻ എന്ന് പറയുന്ന ഒരു അതിൽ നിന്ന് ഇനി എപ്പോഴാണ് ഒരു മോചനം കിട്ടുക എന്നൊരു ചോദ്യം വരുന്നത്.
ഇതുപോലെ നഷ്ടങ്ങൾ നികത്താൻ വേണ്ടിയിട്ട് പല സിനിമകളും ഇനി അങ്ങോട്ടേക്ക് കമ്മിറ്റ് ചെയ്തെന്നൊക്കെ ഇരിക്കും. അതൊക്കെ സംഭവിക്കും. അതിൻ്റെ കൂട്ടത്തിൽ അവരെയൊക്കെ ചിലപ്പോൾ ക്യാമോയിലേക്ക് കൊണ്ടുവരാം, ചിലർ അല്ലാണ്ട് കൊണ്ടുവരാം, ചിലർ അവരുടെ പ്രോജക്റ്റിൽ മറ്റു താരത്തെ കൊണ്ടുവരാം. ഇങ്ങനെ പലതും സംഭവിക്കാം. അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന വർഷങ്ങളിലൊക്കെ തന്നെ ക്യാമിയോസ് കൂടുതലായിട്ട് കൂടും. കാരണം ഇൻഡസ്ട്രി ബാരിയേഴ്സ് ഒക്കെ ബ്രേക്ക് ആവുന്ന ഒരു ഘട്ടത്തിൽ പല ആർട്ടിസ്റ്റുകളും ഇവിടെ വരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു, ചിലർ അങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു, ഒരു കൊളാബറേഷൻ നടക്കുന്നു. അങ്ങനെ പല രീതിയിലും ഇഫ് ഇറ്റ് ഇസ് ഹെൽത്തി ഇറ്റ് വർക്ക്സ് ഔട്ട്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരു സിനിമയ്ക്ക് വർക്കാവാതെ ഒരു ക്യാമിയോ ഇഞ്ചക്ട് ചെയ്യുന്നതിനേക്കാൾ വേറൊരു ചതി വേറൊന്നുമില്ല. ഇത്രയും വലിയ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു അനാവശ്യമായിട്ടൊരു കണ്ടുവരിക. ഇപ്പോൾ ബബ്ബ എന്ന സിനിമയിൽ ലാലേട്ടൻ വരുന്നത് അതുവരെ ലാലേട്ടനുമായിട്ട് ഒരു ബന്ധമില്ല, കഥയായിട്ട് ഒരു ബന്ധമില്ല. പെട്ടെന്നാണ് ഒരു യൂണിവേഴ്സിലേക്ക് ദിലീപ് വരുന്നു. പിന്നെ ഒരു നോ ബ്രെയിനർ സിനിമ ആയതുകൊണ്ട് അങ്ങനെ കാണാം. ഇപ്പോൾ ഇവിടെ വോൾട്ടറിനാവട്ടെ വോൾട്ടർ സ്റ്റാഫിൽ വോൾട്ടർ എന്ന് പറഞ്ഞ് എത്രയോ ഡയലോഗുകൾ പറഞ്ഞ് അവസാനം വോൾട്ടർ വന്നപ്പോൾ ദേ കിടക്കുന്നത്. അതായത് ഒരു റെഫറൻസും ഇല്ലാതെ പെട്ടെന്നൊരു കഥാപാത്രം കയറി വരികയും അതൊരു റെഫറൻസ് മാത്രം നിന്നിട്ട് ആ കഥാപാത്രം കയറി വന്നപ്പോഴേക്കും രണ്ട് വഴിക്കായിട്ട് പോകുന്നൊരു കാഴ്ചയാണ് നമ്മൾ ഇതിൽ കണ്ടത്. സോ ക്യാമിയോസ് ആർ നെസസറി ഓർ നോട്ട് എന്നാണ് ചോദ്യം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.